Good evening all. മോഡേൺ ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ്, മോഡേൺ എക്സ്ട്രീമിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഫസ്റ്റ് ഫേസ്, ഓക്കെ, പോർഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ legalizing the remarriage of widows in all jurisdictions of India under East India Company rule. So, ചോദിച്ചിരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ജൂറിസ്ഡിക്ഷൻസിലെല്ലാം വിഡോസിന്റെ റീമാരേജ് ലീഗലൈസ് ചെയ്തത് ആക്ട്, ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് പാസ് ചെയ്തത് ഏത് ഇയറിലാണ് എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ആൻസർ നിങ്ങൾ പറഞ്ഞോളൂ. ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് വരുന്നത് 1856 ഇതിനെ ആക്ട് 15 എന്നും പറയും, 1856 എന്നും പറയും. അപ്പോൾ ഇതാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജുഡിസ്ഡിക്ഷനിൽ വരുന്ന എല്ലാ വിഡോ റീമാരേജസും ലീഗലൈസ് ചെയ്യുക. റീമാരേജസ് നടത്തിയ അവർക്ക് ബാക്കിയുള്ള മാരേജ് പോലെ തന്നെ ലീഗലൈസേഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ലോർഡ് കാനിങ്. ഇത് പാസ് ചെയ്തത് ലോർഡ് കാനിങ് ആണ്. ഓക്കെ, അപ്പോൾ 1856 ആക്ട് 15 1856 എന്നും അറിയപ്പെടും. ദ ഹിന്ദു വിഡോസ് റീമാരേജ് ആക്ട് 1856 എന്നും അറിയപ്പെടും. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? When was the regulating act passed by the British Parliament to regulate the activities of East India Company? അപ്പോ നമുക്കറിയാം ഒരുപാട് ആക്ടുകൾ പാസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൗൺസിൽ ആക്ടുകൾ, അതുപോലെ അങ്ങനെ പല ആക്ടുകൾ പാസ് ചെയ്തിട്ടുണ്ട്. അതിൽ റെഗുലേറ്റിംഗ് ആക്ട് പാസ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് പാസ് ചെയ്തത് ഏത് വർഷമാണ്? 1773. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് 1773. നിങ്ങൾ ഈ ആക്ട് പഠിക്കുമ്പോൾ കൂടെ വർഷം അതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുക. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഇല്ലെങ്കിൽ വിഡോ റീമാരേജ് ആക്ട് 1856 എന്ന് ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ ആ ഒരു ഓർഡറിൽ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും പഠിക്കാൻ. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് കൊണ്ടുവന്നത് തന്നെ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാൽഫങ്ഷൻസ്, അതുപോലെ തന്നെ മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിൽ കൊണ്ടുവരിക, അതൊരു ഓർഡറിലാക്കുക എന്നുള്ള, കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 കൊണ്ടുവരുന്നത്. ഈ ആക്ട് വഴിയാണ് ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന സ്ഥാനത്തേക്ക് മാറ്റുന്നതും അതുപോലെ തന്നെ കൽക്കട്ടയിലും സുപ്രീം കോടതി കൊണ്ടുവരുന്നതും റെഗുലേറ്റിംഗ് ആക്ട് 1773 വഴിയാണ്. ഓക്കെ, അപ്പോ റെഗുലേറ്റിംഗ് ആക്ട് 1773 was passed by the British Parliament to regulate the activities of East India Company in 1773. ഓക്കെ, അതാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് when did സർ വില്യം ജോൺസ് ഫൗണ്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി? ഏഷ്യാറ്റിക് സൊസൈറ്റി എപ്പോഴാണ് വില്യം ജോൺസ് ഫൗണ്ട് ചെയ്തത്? അപ്പൊ ഇതിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അകത്തു നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ചെയ്തത്? ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ചെയ്തത്? സർ വില്യം ജോൺസ്. ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്? 1784 ഫൗണ്ട് ചെയ്തത്. 1784 ജാനുവരി. ഇത് ഫൗണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് കൽക്കത്തയിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഇത് ഫൗണ്ട് ചെയ്തത് ഏഷ്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സയൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റഡി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി
ഒരു ഓറിയന്റൽ റിസർച്ചിന് വേണ്ടി ഫൗണ്ട് ചെയ്തതാണ്. വാരൻ ഹേസ്റ്റിങ്സിന്റെ കീഴിലായിരുന്നു ഇത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇത് ഇൻഡിപെൻഡൻസിന് ശേഷം ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിലായി ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ കീഴിലായി. ഇപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റി ഫൗണ്ട് ചെയ്തത് സർ വില്യം ജോൺസ് ആണ്. 1784 ജാനുവരിയിൽ കൽക്കത്തയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോ ഇതിന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഹിസ്റ്ററി, സിവിൽ ആൻഡ് നാച്ചുറൽ സ്റ്റഡീസ് ആയിരുന്നു. അതുപോലെ തന്നെ ഏഷ്യയിലുള്ള ലിറ്ററേച്ചറിന് പ്രാധാന്യം നൽകുക. കാരണം ഇന്ത്യയിൽ ആ സമയത്ത് ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സുകളും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷേഴ്സിന് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നീട് അത് ഒരു ഓറിയന്റൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് അത് ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സർ വില്യം ജോൺസ് 1784 ജാനുവരി കൽക്കത്തയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡാഷ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആത്മരാം പണ്ഡുരാം ഇൻ ബോംബെ in 1867 was a movement of religious and social reform. ഇതിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കിക്കേ. ഏതാണ് ആത്മരാം പണ്ഡുരാം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻ? നമുക്കറിയാം പ്രാർത്ഥനാ സമാജ് ഉണ്ട്. ബ്രഹ്മസമാജ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആര്യ സമാജ് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. സത്യസോദക് സമാജ് ആരാണ്? ജ്യോതിബ ഫുലെയാണ്. അപ്പോ പ്രാർത്ഥനാ സമാജാണ് ആത്മരാം പണ്ഡുരാം തുടങ്ങിയത്. 1867 ബോംബെയിലായിരുന്നു. കണ്ടേ ആരൊക്കെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കി. ആത്മരാം പണ്ഡുരാം ഏത് വർഷമാണ്? 1867. അതുപോലെ തന്നെ എവിടെയാണ്? ബോംബെയിൽ. ഓക്കെ, പ്രാർത്ഥനാ സമാജിന്റെ അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ? ആരാണ് തുടങ്ങിയത്? ഏത് വർഷമാണ് തുടങ്ങിയത്? എവിടെയാണ് തുടങ്ങിയത്? ഓക്കെ, ഇത് തുടങ്ങിയതെന്ന് പറയുന്നത് മോണോത്തിസം എന്ന് വെച്ചാൽ ഒരു ദൈവം, വൺ ഗോഡ് എന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ ഹിന്ദുയിസത്തിൽ ഉണ്ടായിരുന്ന കുറച്ചേറെ റിഫോംസ് കൊണ്ടുവരിക. അതായത് റിച്വൽസ്, സതി പോലെയുള്ള റിച്വൽസ്, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഇതിനൊക്കെ എതിരെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വിഡോ റീമാരേജ്, വുമൺ എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ള ഒരു എയിമോട് കൂടി ആത്മരാം പണ്ഡുരാം തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രാർത്ഥനാ സമാജ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഓപ്ഷനകത്ത് ഉള്ളതുകൂടെ നോക്കണം. കാരണം ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബ്രഹ്മസമാജ് തുടങ്ങിയത് രാജാറാം മോഹൻ റോയ് ആണ്. ആര്യ സമാജ് ദയാനന്ദ സരസ്വതിയാണ്. സത്യശോധക് സമാജ് ജ്യോതിബ ഫുലെയാണ്. ഓക്കെ, അടുത്തത് who started the self-respect campaign of self-respect, a campaign that aimed to create a society where a backward caste also get equal human rights. ഇതിൽ ആരാണ് ഇതിനെ പറയുന്നതാണ്? ഇത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആര് തുടങ്ങി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് തുടങ്ങിയത്? ഇ വി രാമസ്വാമി അല്ലെ? ഇ വി രാമസ്വാമി എവിടെയാണ് തുടങ്ങിയത്? തമിഴ്നാട്ടിൽ 1925 ഇ വി രാമസ്വാമി അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ്? പെരിയാർ. ഇതെന്ന് പറയുന്നത് ഒരു എഗ്ലിറ്റേറിയൻ സൊസൈറ്റി, കാസ്റ്റ് റിലീജിയനോ ഒന്നും ഇല്ലാതെ, ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് ഇല്ലാത്ത ഒരു എഗ്ലിറ്റേറിയൻ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സോഷ്യൽ ക്യാമ്പയിൻ ആയിരുന്നു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഇത് കൂടുതലും ബാക്ക്വേർഡ് ക്ലാസസിന്റെ റൈറ്റ്, അതുപോലെ തന്നെ വുമൺ, സ്ത്രീകളുടെ, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസിന്റെ റൈറ്റ് അഡ്വക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാരേജസ്, സെൽഫ് റെസ്പെക്ട് ആയിട്ടുള്ള മാരേജസ് പ്രൊമോട്ട് ചെയ്യുക. ഇന്റർകാസ്റ്റ് യൂണിയൻസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി 1925 പെരിയാർ ഇ വി രാമസ്വാമി തമിഴ്നാട്ടിൽ തുടങ്ങിയ മൂവ്മെന്റ് ആണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഫസ്റ്റ് ക്രിസ്ത്യൻ മിഷണറി ഓർഗനൈസേഷൻ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ഓർഗനൈസേഷൻ ഏതാണെന്ന്. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് സെറാംപൂർ മിഷൻ.
ഓക്കെ, സെറാംപൂർ മിഷൻ ഇതാണ് ഇന്ത്യയിൽ തുടങ്ങുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി. അത് കഴിഞ്ഞിട്ട് ഒരുപാട് മിഷണറി വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഹെർമൻ ഗുണ്ടട്ട് തുടങ്ങിയ മിഷണറി ഉണ്ട്. അതുപോലെ തന്നെ ബെഞ്ചമിൻ ബേഗ് തുടങ്ങിയ മിഷണറീസ് ഉണ്ട്. അതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി തുടങ്ങുന്ന മിഷണറി എന്ന് പറയുന്നത് സെറാംപൂർ മിഷണറി ആണ്. ഇത് തുടങ്ങുന്നത് 3 പേരാണ്. വാസ് ഫൗണ്ടഡ് ബൈ, ഇവിടെ ഒരാളെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ഇത് ശരിക്കും 3 പേരാണ്. സെറാംപൂർ ട്രയോ എന്നറിയപ്പെടും. സെറാംപൂർ ട്രയോ എന്നറിയപ്പെടും. ഇത് തുടങ്ങുന്നത് 1800-ലാണ്. സെറാംപൂർ എന്ന് പറയുന്നത് ബംഗാളിലുള്ള ഒരു സ്ഥലമാണ്. വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സ്ഥലമാണ് സെറാംപൂർ എന്ന് പറയുന്നത്. ഇത് തുടങ്ങുന്നത് 3 പേരാണ്. വില്യം ക്യാരെ ഉണ്ടോ, വില്യം ക്യാരെ. അത് കഴിഞ്ഞ് 2 പേരുണ്ട്, ജോഷ്വ മാർഷ്മാൻ, ജോഷ്വ മാർഷ്മാൻ, അതുപോലെ തന്നെ വില്യം വാർഡ്. ഇങ്ങനെ 3 പേര് ചേർത്ത് തുടങ്ങിയ ഒരു മിഷണറിയാണ് സെറാംപൂർ മിഷണറി. തുടങ്ങുന്നത് 1800-ല് സെറാംപൂരിലാണ്. ഇതൊക്കെ പറയുന്നത് ആദ്യം എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ റിഫോം എന്ന രീതിയിൽ തുടങ്ങി. ഇവര് പിന്നീട് പ്രസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സെറാംപൂർ കോളേജ് കൊണ്ടുവരുന്നു. സതി സിസ്റ്റം ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം മുൻകൈ എടുത്ത വൺ ഓഫ് ദ മിഷണറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ സെറാംപൂർ മിഷണറിയാണ്. ഓക്കെ, സെറാംപൂർ പ്രസ് കൊണ്ടുവരുന്നത് 1800-ൽ തന്നെയാണ്. ഇത് ബംഗാൾ പേപ്പറായ സമാചാർ ദർപ്പൺ. സമാചാർ ദർപ്പൺ ഫസ്റ്റ് ബംഗാളി ന്യൂസ് പേപ്പർ ആണ്. അത് ഈ പ്രസ്സിലാണ് അച്ചടിക്കുന്നത്. അത് സെറാംപൂർ മിഷൻ പ്രസ്. അത് കഴിഞ്ഞ് 1818-ലാണ് 1818-ലാണ് സെറാംപൂർ കോളേജ്. ഓക്കെ, അപ്പൊ സെറാംപൂർ മിഷനിൽ ഇത്രയൊക്കെ നോക്കിയിരുന്നാൽ മതി. സെറാംപൂർ മിഷൻ അത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ മിഷണറി ഓർഗനൈസേഷൻ ആണ്. ബംഗാളിലെ സെറാംപൂരിലാണ് തുടങ്ങുന്നത്. സെറാംപൂർ ട്രയോ എന്ന് പറയുന്ന 3 പേരാണ് ഇത് തുടങ്ങുന്നത്. വില്യം ക്യാരെ, ജോഷ്വ മാർഷ്മാൻ ആൻഡ് വില്യം വാർഡ്. അപ്പോൾ അതിൽ ഓപ്ഷനിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ ടിക്ക് ചെയ്യാം. ഓക്കെ, 3 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൾ ഓഫ് ദീസ് ആണെങ്കിൽ അത് ഓൾ ഓഫ് ദീസ് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് വാസ് ഫൗണ്ടഡ് ബൈ വില്യം ക്യാരെ. അപ്പൊ ഇതിന്റെ ആൻസർ വില്യം ക്യാരെയാണ്. ഓക്കെ, ഹു വാസ് ആത്മീയ സഭാസ് ഫൗണ്ടർ? ആത്മീയ സഭയുടെ ഫൗണ്ടർ ആരാണ്? നരേന്ദ്രനാഥ് ദത്ത, ഗംഗാധർ ചത്തോപാധ്യായ, രാജാറാം മോഹൻ റോയ്, മൂൽശങ്കർ. നരേന്ദ്രനാഥ് ദത്ത ആരാണ്? വിവേകാനന്ദന്റെ പേരാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദയാണ്. ആത്മീയ സഭ തുടങ്ങുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ റെനൈസൻസ് എന്നറിയപ്പെടും. രാജാറാം മോഹൻ റോയ് ആണ് ആത്മീയ സഭ തുടങ്ങുന്നത്. ഇത് ശരിക്കും ബ്രഹ്മസമാജിന്റെ ആദ്യത്തെ രൂപമാണ് ആത്മീയ സഭ. പിന്നീടാണ് ബ്രഹ്മസമാജ് തുടങ്ങുന്നത്. ആത്മീയ സഭ തുടങ്ങുന്നത് 1815-ലാണ്. കൽക്കത്തയിലാണ് തുടങ്ങുന്നത്. രാജാറാം മോഹൻ റോയ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സോഷ്യൽ റിലീജിയസ് റിഫോംസ് തന്നെയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന സൂപ്പർസ്റ്റീഷ്യസ് പ്രാക്ടീസസ്, സതി, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഇങ്ങനെയൊക്കെയുള്ള സൂപ്പർസ്റ്റീഷ്യസ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ മോഡേൺ റാഷണൽ തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് പിന്നീട് 1828-ല് ബ്രഹ്മസമാജ് തുടങ്ങാനുള്ളതിന്റെ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോ ഹു വാസ് ദ ആത്മീയ സഭാസ് ഫൗണ്ടർ എന്ന് പറയുമ്പോൾ രാജാറാം മോഹൻ റോയ് ആണ്. 1815-ലാണ് തുടങ്ങുന്നത് കൽക്കത്തയില്. അത് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സോഷ്യൽ റിലീജിയസ് റിഫോംസ് തന്നെയായിരുന്നു. 1828-ല് ബ്രഹ്മസമാജ് തുടങ്ങാനുള്ളതിന്റെ ഫൗണ്ടേഷൻ നൽകുന്നത് ഈ ആത്മീയ സഭയാണ്. ഓക്കെ, അപ്പൊ ബ്രഹ്മസമാജിന്റെ ആദ്യത്തെ രൂപം എന്നൊക്കെ വേണമെങ്കിൽ ആത്മീയ സഭയെ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് തത്വബോധിനി സഭയാണ്. തത്വബോധിനി സഭ, വിത്ത് റെഫറൻസ് ടു തത്വബോധിനി സഭ,
consider the following statements. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് തത്വബോധിനി സഭയെ പറ്റി ഉള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ അബേന്ദ്രനാഥ ടാഗോർ. അബേന്ദ്രനാഥ ടാഗോർ ആണ് ഫൗണ്ട് ചെയ്തതെന്ന് പറയുന്നു. ഇറ്റ് പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ആൻഡ് ഔട്ട്ലുക്ക് എമംഗ്സ്റ്റ് ഇന്റലക്ച്വൽസ്. ഇറ്റ് പ്രൊമോട്ടഡ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇന്ത്യാസ് പാസ്റ്റ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ കൽക്കട്ട ഓൺ 6th October 1859. ഇത് തത്വബോധിനി സഭയിൽ ഇത് ഫൗണ്ട് ചെയ്യുന്നത്, ഇതിൽ ഏതൊക്കെയാണ് റോങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ആപ്പ് റോങ് ആണോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ റോങ് ആണോ അതോ റൈറ്റ് ആണോ ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് കറക്റ്റ് ആണോ അങ്ങനെ ഉള്ളത്. അപ്പൊ ആദ്യമേ നിങ്ങൾ അതങ്ങ് മാർക്ക് ചെയ്യണം. അപ്പൊ റോങ് ആണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. തത്വബോധിനി സഭ നമുക്ക് പറയാം. തത്വബോധിനി സഭ 1839 രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ ഫൗണ്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് തത്വബോധിനി സഭ. അപ്പൊ ആദ്യത്തെ ആൻസർ ശരിയാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ അബീന്ദ്രനാഥ ടാഗോർ. അല്ല, അത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഫൗണ്ട് ചെയ്യുന്നത്. 1839 കൽക്കത്തയിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. The main objective of Sabha was to promote a more rational and humanist form of Hinduism. ഹിന്ദുയിസത്തിന്റെ കുറച്ചുകൂടി ഹ്യൂമാനിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു പുതിയ ഒരു രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് തത്വബോധിനി സഭ. അപ്പോൾ ഇറ്റ് പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില്, ഒരു ഓർഗനൈസേഷനിൽ റാഷണൽ തിങ്കിങ് കാണുമല്ലോ, ആൻഡ് ഔട്ട്ലുക്ക് എമംഗ് ഇന്റലക്ച്വൽ. ആൻസർ ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് പ്രൊമോട്ടഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇന്ത്യാസ് പാസ്റ്റ്. അതും തത്വബോധിനി സഭയുടെ ഒരു ലക്ഷ്യമായിരുന്നു, ഇന്ത്യയുടെ പാസ്റ്റിന്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ 6th October 1859. അല്ല, നമ്മൾ പറഞ്ഞു 1839 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. അപ്പോ ഏതൊക്കെ ഇതാണ് തെറ്റായിട്ടുള്ളത്? 1ഉം 4ഉം. അപ്പോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് സയ്യിദ് അഹമ്മദ് ഖാൻ? സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി പറയുമ്പോൾ, സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് മുസ്ലിം എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ മോഡേണൈസ് ചെയ്ത വൺ ഓഫ് ദ സോഷ്യൽ റിഫോമർ ആണ് സയ്യിദ് അഹമ്മദ് ഖാൻ. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അലിഗഡ് മൂവ്മെന്റ്. ഓക്കെ, അലിഗഡ് മൂവ്മെന്റ് എന്ന് പറയും. Aligarh movement. Sayyid Ahmad Khan is known for his efforts to modernize Muslim education in India. Aligarh movement ആണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് അലിഗഡ് മൂവ്മെന്റ്. പ്രത്യേകിച്ചും ഇസ്ലാം റിലീജിയനിൽ ഉണ്ടായിരുന്ന ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷനിലൊക്കെ ആണെങ്കിലുള്ള ബാക്ക്വേർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന് ഒരു ജനറൽ ഫോറം ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അത് മുഹമ്മദൻ ഓറിയന്റൽ കോളേജ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു. മുഹമ്മദൻ ഓറിയന്റൽ കോളേജ്. അതാണ് എന്റെ ഈ ഓപ്ഷൻ സിക്കകത്ത്, തേർഡ് ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന മുഹമ്മദൻ ഓറിയന്റൽ സ്റ്റേറ്റ്മെന്റ്. അതാണ് പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹം അതുപോലെ തന്നെ 1852 സയന്റിഫിക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, സയന്റിഫിക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു 1832 ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1862 ഓക്കെ, 1862 he established an organization called the Scientific Society. His progressive social ideas were spread via his magazine Hawdi ul Akhlaq.
ഇതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മാഗസീൻ ആയിരുന്നു ഇത്. ഇതിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയാസ് പറയുന്നത്. ഹി വാസ് അപ്പോയിന്റഡ് ടു ദി ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ 1878. ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് 2, 3, 4 ഈ 3 സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഹിസ് ഓർ അസോസിയേറ്റഡ് ഓർഗനൈസേഷൻ. പൂന സർവജനക് സഭ അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പൂന സർവജനക് സഭ സുഭാഷ് ചന്ദ്രബോസ്, സത്യജോതക് സമാജ് ജ്യോതിബ പൂലെ, ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷൻ ആനി ബസന്റ്, തിയോസോഫിക്കൽ സൊസൈറ്റി സരോജിനി നായിഡു. അപ്പൊ ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയും അവർ കണ്ടുപിടിച്ച ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞാണ് സത്യശോധക് സമാജ് ജ്യോതിബ പൂലെയാണ്. അപ്പൊ അതിൽ പൂന സർവജനക് സഭ കണ്ടുപിടിച്ചത് MG റാനഡെയാണ്. MG റാനഡെ. അതുപോലെ തന്നെ വേറെ രണ്ടുപേരോടുണ്ട്, ഗണേഷ് വാസുദേവ ജോഷിയും SH ചിപ്ലന്തറും. പക്ഷെ ഇതിൽ നമ്മൾ എപ്പോഴും പൂന സർവജനക് സഭ എന്ന് പറയുമ്പോൾ അത് 1870 MG റാനഡെ ഫൗണ്ട് ചെയ്തതാണ്, ഓർഗനൈസ്ഡ് ആണ് എന്നാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സത്യശോധക് സഭ ജ്യോതിബ പൂലെ, ഇദ്ദേഹത്തിന് അറിയാം ഇത് മഹാരാഷ്ട്രയില് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ തുടങ്ങിയ ഒരു സമാജമായിരുന്നു. ജ്യോതിബ പൂലെ അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന സാവിത്രിബായി ഭൂലെയും കൂടെ ഗേൾസ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വിഡോ റീമാരേജ്, ചൈൽഡ് മാരേജിനെതിരെ ഒക്കെ കൂടെ തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ് സത്യശോധക് സമാജ്. ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ ഓർഗനൈസേഷൻ തുടങ്ങുന്നത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് ഇങ്ങനെയുള്ളവരാണ് എന്താണ് ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങുന്നത്. തിയോസോഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആക്കുന്നത് ആനി ബസന്റ് ആണ്. ഓക്കെ, ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് ആണ്. തിയോസോഫിക്കൽ സൊസൈറ്റി ശരിക്കും ഇവിടെ തുടങ്ങിയതല്ല, പുറത്ത് തുടങ്ങിയതാണ്. പക്ഷെ ന്യൂയോർക്കിൽ തുടങ്ങിയതാണ്. അത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആക്കുന്നതാണ് ആനി ബസന്റ്. അപ്പോൾ ആനി ബസന്റ് തിയോസോഫിക്കൽ സൊസൈറ്റി ഫൗണ്ടർ ആണ് എന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആക്കുന്നത് ആനി ബസന്റ് ആണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ബൈ ആനി ബസന്റ് എന്ന് ചോദിച്ചാലാണ് അത് കറക്റ്റ്. ഓക്കെ, അടുത്തത് രാമകൃഷ്ണ മിഷൻ വാസ് ഫൗണ്ടഡ് ഇൻ 1897 ബൈ രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? സ്വാമി വിവേകാനന്ദ, രാജാറാം മോഹൻ റോയ്, രാമകൃഷ്ണ പരമഹംസ, അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി. ഇതിൽ ആരാണ് രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത്? നമ്മൾ എളുപ്പം രാമകൃഷ്ണ പരമഹംസ കണ്ടാൽ വിചാരിക്കും അദ്ദേഹമാണെന്ന്. അല്ല, രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്യുന്നത് സ്വാമി വിവേകാനന്ദയാണ്. ഓക്കെ, സ്വാമി വിവേകാനന്ദയാണ്. രാജാറാം മോഹൻ റോയ് നമുക്കറിയാലോ, ബ്രഹ്മ സമാജ്. ദയാനന്ദ സരസ്വതി ആര്യ സമാജ്. അപ്പോൾ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നതും ഇതുപോലെ വേദാന്ത സ്റ്റഡീസ്, ഫിലോസഫിക്കൽ വർക്കിന് വേണ്ടിയുള്ളതായിരുന്നു. സർവീസ് ഓഫ് മാൻ, ഗോഡ് ഇൻ മാൻ എന്ന് പറയുന്ന കോട്ട് അതായിരുന്നു എന്താണ് രാമകൃഷ്ണ മിഷൻ ഇതിന്റെ എംഫസൈസ് എന്ന് പറയുന്നത്. സർവീസ് ഓഫ് ഗോഡ് ഇൻ മാൻ. ഓക്കെ, ഇതാണ് രാമകൃഷ്ണ മിഷന്റേത്. രാമകൃഷ്ണ മിഷൻ ഫൗണ്ട് ചെയ്തത് 1897 സ്വാമി വിവേകാനന്ദ. കുറച്ചു മുമ്പ് വേറൊരു കാര്യം പഠിച്ചിരുന്നു, വിവേകാനന്ദയുടെ വേറൊരു പേര് നരേന്ദ്രനാഥ് ദത്ത. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അത് ചിലപ്പോൾ ചോദിക്കും. പിന്നെ രാജാറാം മോഹൻ റോയ് കണ്ടുപിടിച്ച ഓർഗനൈസേഷൻ ആണ് ബ്രഹ്മസമാജ്, ദയാനന്ദ സരസ്വതി ആര്യ സമാജ്. ഓക്കെ,
1896 Maharshi Dondo Keshav Karve set up an ashram to educate widows and other women as he believed in empowerment through education. Educational could empowerment in the രീതിയിൽ കാർവേ MT കാർവേ എന്നാണ് അറിയപ്പെടുന്നത്. MT കാർവേ വിഡോസിനെയും വുമണിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ആശ്രമം. അത് 1896 അത് എവിടെയാണ് തുടങ്ങിയത്? പൂനെയിലാണ്. ഓക്കെ, 1896 MT കാർവേ പൂനെയിലാണ് എഡ്യൂക്കേഷൻ, വുമൺ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ വിഡോ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ പൂനെയില് ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അത് അത്രയും മാത്രം പഠിച്ചാൽ മതി. എവിടെയാണ്, ഏത് വർഷമാണ്, അതുപോലെ തന്നെ ആരാണ് MT കാർവേ. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ മഹാഋഷി കാർവേ സ്ത്രീ ശിക്ഷൻ സംശ എന്നൊക്കെ പേരിൽ അറിയപ്പെടും. അത്രയും നിങ്ങൾ പഠിക്കണ്ട. ഇങ്ങനെ ഈ MT കാർവേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പൂനെയിലാണ് സ്ഥാപിച്ചത്. ഇയർ മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട, ഒരുപാട് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഹു ഫൗണ്ടഡ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അപ്പൊ നമുക്ക് ഇത് ഓപ്ഷൻ ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, അപ്പോ സ്വാമി ദയാനന്ദ സരസ്വതി ഫോം ചെയ്തത് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണ്, ആര്യ സമാജം. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡറാണ്. നമ്മൾ മോഡേണിസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് പഠിക്കുമ്പോൾ ലാൽ ബാൽ പഠിക്കും. അതിലെ ബാലാണ്, ബാൽ ഗംഗാധർ തിലകാണ്. ഇദ്ദേഹം ഒരു എക്സ്ട്രീമിസ്റ്റ് ലീഡറായിരുന്നു. പിന്നുള്ളത് ജ്യോതിബ പൂലെയാണ്, അത് നമ്മൾ പഠിച്ചു. എന്താണ്, സത്യശോധക് സമാജാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പിന്നുള്ളത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി കണ്ടുപിടിക്കുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ 1905 കണ്ടുപിടിക്കുന്നത്. പൂനെയിലാണ്. ഓക്കെ, പൂനെയിൽ സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് നേഷൻ, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അണ്ടർ പ്രിവിലേജിന് വേണ്ടി അവരുടെ റൂറൽ ഡെവലപ്മെന്റ്, ഹെൽത്ത് കെയർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് എഡ്യൂക്കേഷൻ, റൂറൽ ഡെവലപ്മെന്റ്, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് അണ്ടർ പ്രിവിലേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹം ഒരു മോഡേണിസ്റ്റ് ആയിരുന്നു. 1905 പൂനെയിൽ തുടങ്ങുന്നതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. അടുത്തത്, ഹു ഫൗണ്ടഡ് തത്വബോധിനി സഭ ടു പ്രൊപ്പഗേറ്റ് രാംമോഹൻ റോയ്സ് ഐഡിയാസ്? രാംമോഹൻ റോയുടെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി തത്വബോധിനി സഭ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛനാണ്. തത്വബോധിനി സഭ. പിന്നീട് ഈ തത്വബോധിനി സഭ രാംമോഹൻ റോയുടെ ബ്രഹ്മസമാജമായിട്ട് മേർജ് ചെയ്യുന്നുണ്ട് 1839. ഓക്കെ, രവീന്ദ്രനാഥ ടാഗോർ ആണ്, കൽക്കത്തയിലാണ് ഫോം ചെയ്യുന്നത്. രാംമോഹൻ റോയ് അന്ന് ഉണ്ടായിരുന്ന ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതാണ് തത്വബോധിനി സഭ. അത് കഴിഞ്ഞിട്ട് തിയോസഫിക്കൽ സൊസൈറ്റി നമ്മൾ പറഞ്ഞു. ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. ദ തിയോസഫിക്കൽ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. The Theosophical Society was founded by Annie Besant. Founded by Annie Besant എന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാം എഴുതും ഫൗണ്ടഡ് ബൈ ആനി ബെസന്റ് ആണ്. അല്ല, ആനി ബെസന്റ് അല്ല തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ട് ചെയ്തത്. തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ട് ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. HP ബ്ലവസ്കി ആൻഡ് കേണൽ ഒൾക്കോട്ട്. നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട, ആൾക്കാരുടെ പേര് അതിൽ പഠിച്ചു വെക്കണം എന്നില്ല. പക്ഷെ തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബെസന്റ് അല്ല ഫൗണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ട് ചെയ്തത് ന്യൂയോർക്കിൽ 1875. അതിലൊരു മെമ്പർ മാത്രമായിരുന്നു ആനി ബെസന്റ്. പക്ഷെ ആനി ബെസന്റ് ഇത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ, aimed at to promote orthodox religious practices in India.
The society promoted the study of Indian spirituality and philosophy. സ്പിരിച്വാലിറ്റി ആൻഡ് ഫിലോസഫി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് വാസ് ഒഫീഷ്യലി ഫോംഡ് ഇൻ അടയാർ. അല്ല, അടയാറിൽ ഇന്ത്യയിലെ ബ്രാഞ്ച് അടയാറിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഇത് ന്യൂയോർക്കിലാണ് ഒഫീഷ്യലി ഫോം ചെയ്തത്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 2 ഒള്ളിയാണ്. ഓക്കെ, അടുത്തത് ഹെൻറി ലൂയിസ് ഡെസോറിയോ. അദ്ദേഹം ഏത് മൂവ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് എന്നാണ് ചോദിക്കുന്നത്. ഹെൻറി വിവെയിൻ ഡെസോറിയോ ഇസ് ദ ഫൗണ്ടർ ഓഫ് യങ് ബംഗാൾ മൂവ്മെന്റ്. യങ് ബംഗാൾ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആര്? ഹെൻറി ലൂയിസ് ഡെസോറിയോ. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ ഡെറോസിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മൂവ്മെന്റിനെ യങ് ബംഗാൾ മൂവ്മെന്റ് എന്ന് അറിയപ്പെടും. ഇവരാണെങ്കിൽ ഓൾഡ് ട്രഡീഷൻസ് അതുപോലെ തന്നെ കസ്റ്റംസ് ഇങ്ങനെയുള്ളതിനെ എതിർത്തുകൊണ്ട് ഫോം ചെയ്തതാണ് ഈ യങ് ബംഗാൾ മൂവ്മെന്റ്. വുമന്റെ റൈറ്റിനെ അവരുടെ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഐഡൽ വർഷിപ്പിന് എഗനിസ്റ്റ് ആയിരുന്നു. കാസ്റ്റിസം, സൂപ്പർസ്റ്റിഷൻസ് ഇതിനെല്ലാം എഗനിസ്റ്റ് ആയിരുന്നു ഇതിന്റെ ഫോളോവേഴ്സ്. അപ്പോൾ ഹെൻറി ലൂയിസ് വിവെയിൻ ഡെസോറിയോ, യങ് ബംഗാൾ മൂവ്മെന്റ്. ഓക്കെ, നിങ്ങൾ ഈ പേരും ഓർഗനൈസേഷനും പഠിച്ചു വെക്കുക. ഇത് ഒരുപാടൊന്നും പഠിച്ചു വെക്കണ്ട, ഇത് രണ്ടും മാത്രം. ഹെൻറി ലൂയിസ് വിവെയിൻ ഡെസോറിയോ, യങ് ബംഗാൾ മൂവ്മെന്റ്, ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മൾ തിയോസഫിക്കൽ സൊസൈറ്റി പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളെന്ന് പറയുന്നത് ആനി ബെസന്റ് ആണ്. ആര്യ സമാജ് പറഞ്ഞ ദയാനന്ദ സരസ്വതി പ്രാർത്ഥന സഭ. ഓക്കെ, അടുത്തത് റിവോൾട്ട് ആണ്. റിവോൾട്ട് ഓഫ് 1857. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഡിഡ് കിസാൻ സഭ മൂവ്മെന്റ് സ്റ്റാർട്ട്. ഇത് ശരിക്കും റിവോൾട്ട് ഓഫ് 1857 ബന്ധപ്പെട്ടതല്ല, ബട്ട് ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പിന്നീട് ഫോം ചെയ്തതാണ് കിസാൻ സഭ മൂവ്മെന്റ്. ഇത് ബീഹാറിൽ തുടങ്ങിയ ഒരു ഇതാണ്. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഏത് സ്റ്റേറ്റിലാണ് കിസാൻ സഭ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. അത് ബീഹാറിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സത്യാഗ്രഹാസ് ഡിഡ് വല്ലഭായ് പട്ടേൽ ഗെറ്റ് ദ ടൈറ്റിൽ സർദാർ. സർദാർ എന്ന പേര് സർദാർ വല്ലഭായ് പട്ടേൽ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതിൽ സർദാർ എന്ന പേര് ഏത് സത്യാഗ്രഹയിൽ വെച്ചിട്ടാണ് വല്ലഭായ് പട്ടേലിന് കിട്ടിയത് എന്ന്. അതിൽ ഓപ്ഷൻസ് നോക്കിക്കേ. ചമ്പാരൻ. ചമ്പാരൻ എന്താണ്? ചമ്പാരനുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചമ്പാരൻ എന്താണ്? ചമ്പാരൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്നിട്ട് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സത്യാഗ്രഹിയാണ് ചമ്പാരൻ. ഇത് 1917 പിന്നീട് രണ്ടാമതെടുത്തതാണ് അഹമ്മദാബാദ് മിൽക്ക് സ്ട്രൈക്ക്. അത് 1918 ഖേദയും 1918 ഇതില് സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന് കിട്ടുന്നതാണ്. ബർദോളി ഇത് 1928 ഓക്കെ, ഇതെന്ന് പറയുന്നത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ലാൻഡ് റവന്യൂ 30% കൂട്ടി. അപ്പോൾ അതിനെതിരായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയ ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ആയിരുന്നു ബർദോളി സത്യാഗ്രഹ. അത് ബർദോളിയിലാണ്, ഗുജറാത്തില്. അത് പിന്നീട് വരുന്നതാണ്. ബട്ട് നമ്മൾ മേജർ ആയിട്ടുള്ള ലീഡേഴ്സിനെ പഠിക്കുമ്പോൾ അവരുടെ സത്യാഗ്രഹാസ് പഠിച്ചു വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, മോപ്ല റെബല്യൻ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ മാപ്പിള ലഹള 1921 to 22 കേരളത്തിൽ നടന്ന ഒരു റെബല്യൻ ആണ് മാപ്പിള റെബല്യൻ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ മലബാർ റെബല്യൻ ഓഫ് 1921 എന്നും പറയും. മലബാർ റെബല്യൻ ഓഫ് 1921. ഇതെന്ന് പറയുന്നത് ബ്രിട്ടീഷ് മലബാറിലെ കുറച്ച് സ്റ്റേറ്റുകളിൽ എന്താണ് ഫ്യൂഡൽ സിസ്റ്റത്തിനെതിരെ, ഹിന്ദുസ് കൺട്രോൾ ചെയ്ത ഫ്യൂഡൽ സിസ്റ്റത്തിനെതിരായിട്ട്
ഉണ്ടായ ഒരു റെബല്യൻ ആണ് ഇത്. പഠിക്കുമ്പോൾ ഇതിന്റെ ഡേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാജഡി പഠിക്കണം, വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കും. വാഗൺ ട്രാജഡി ഈസ് റിലേറ്റഡ് ടു മലബാർ റെബല്യൻ ഓഫ് 1921. അപ്പൊ മാപ്പിള റെബല്യൻ ഏത് വർഷം മുതൽ ഏത് വർഷം? 1921 to 22 ആണ്. അത് കഴിഞ്ഞിട്ട് in Dash there was a great strike which shook the foundation of British Empire and it was called the First War of Independence. First War of Independence പൊട്ടിപ്പുറപ്പെട്ടത് ഏത് വർഷമാണ്? 1857. അല്ലെങ്കിൽ 1857 റെബല്യനോ അല്ലെങ്കിൽ മ്യൂട്ടിനി, ശിപ്പായി മ്യൂട്ടിനിന്നോ ഒക്കെ നമ്മൾ പറയും. അത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് സവാർക്കറാണ്, PD സവാർക്കർ. അത് ചോദിക്കാറുണ്ട് കേട്ടോ. 1857 റെബല്യനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് ആരാണ് എന്നുള്ളത് PD സവാർക്കർ ആണ്. അപ്പോ ഏത് വർഷമാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അത് 1857 1857. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും.